കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഡോക്ടർ ഇബ്രാഹിം കുഞ്ഞിയാണ്. സർ, വെൽക്കം സർ. താങ്ക് യു. ഡോക്ടർ, മനുഷ്യന്റെ ജീവിത ശൈലി ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ ലിവിങ് സ്റ്റാറ്റസ് തന്നെ സാറിന് അറിയാലോ, ഒരു തലമുറ ജനറേഷൻ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ അവരുടെ ലിവിങ് സ്റ്റാറ്റസ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പൊതുവെ നമ്മളിപ്പോൾ കേൾക്കുന്ന ജീവിതശൈലി യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പുതിയ ജീവിതശൈലി ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നത്തെ പുതിയ ജീവിത ശൈലി എന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതുപോലെ അവർ ആരോഗ്യത്തെ തീരെ വിലവെക്കാത്ത ഒരു ജീവിതമായിട്ടാണ് കാണുന്നത്. സുഖലോലുപരായിട്ട് അവർ ഭക്ഷണത്തെ കാര്യത്തിൽ നോക്കിയാലും ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള നമ്മളെ ശരീരത്തിന് ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ അത് രുചിയുണ്ട് എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ധാരാളം അമിതമായിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് ഇന്നുള്ളത്. അത് പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ, അത് ഓയിൽ കൂടുതൽ, പൊരിച്ച ഭക്ഷണങ്ങൾ, അത് നമുക്കൊരു ആരോഗ്യത്തെ നിലനിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങളാണ്. അങ്ങനെ വരുമ്പോഴാണ് രോഗങ്ങൾ കൂടി വരുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ നമ്മുടെ ശരീരത്തിലേക്ക് പറ്റാത്ത കൊഴുപ്പുകൾ കൂടിയിട്ട് പിന്നെ വളരെ ധൃതി കൂട്ടിയിട്ടുള്ള പരിപാടികൾ, ടെൻഷൻ കൂടിയ പരിപാടികൾ, പണം അധികമായി സമ്പാദിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ അത്യാഗ്രഹം, അതിന് സമയം കിട്ടാറില്ല. അത് ഏതെല്ലാം രൂപത്തിൽ വേണം. പിന്നെ സ്വാർത്ഥത എന്നുള്ള ഒരു അംശവും കൂടി അതിൽ കൂടുമ്പോൾ ടെൻഷൻ കൂടും. ഇതൊക്കെ കൂടിയ സമയത്ത് മനുഷ്യന്റെ ജീവിത ശൈലി മാറി. ആ പുതിയ ജീവിത ശൈലിക്ക് അവർ സ്വീകരിക്കുന്ന ഭക്ഷണ മാർഗങ്ങൾ സ്വാഭാവികമായും മനുഷ്യന്റെ ആരോഗ്യത്തിനല്ല അനാരോഗ്യത്തിനാണ് കൂടുതൽ തീർച്ചയായിട്ടും കാരണമാക്കുന്നത്. സാറിന് ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇപ്പം മുൻകാലങ്ങളിൽ ഇപ്പം റോഡ് സൈഡ് ഒരുപാട് ഫാസ്റ്റ് ഫുഡിന്റെയും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ, അവിടെയൊക്കെയുള്ള ഫുഡ് അതല്ലെങ്കിൽ മനുഷ്യൻ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഫുഡുകൾ എന്ന് വെച്ചാൽ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രുചി കൂടുതലായിരിക്കും. പക്ഷെ അതിന്റെ കോൺസിക്വൻസസ് എന്താണ്, ശരീരത്തിന് അത് ഏത് തരത്തിൽ ശരീരത്തിന്റെ പ്രതിരോധത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തെ ഏതൊക്കെ തരത്തിൽ അത് ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ കഴിക്കുന്ന ഈ ആഹാര രീതി എന്നത് നമ്മുടെ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമാണ്. ഡോക്ടർ, ഞാൻ മറ്റൊരു വിഷയം, അതായത് സാറിപ്പം പറഞ്ഞില്ലേ, ഇപ്പൊ മനുഷ്യന് ടെൻഷൻ കൂടുകയാണ്. ഇപ്പം ഈ പൊതുവെ ഏത് തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർ എല്ലാവരും ടെൻസ്ഡ് ആണ്. ആർക്കും സമയമില്ല, ഉള്ള സമയത്ത് തന്നെ ടെൻഷനാണ്. അപ്പൊ ജീവിക്കുന്നതിന്റെ കൂടെ ടെൻഷനും കൂടി ആ ഒരു മാനസികമായ സമ്മർദ്ദം മനുഷ്യനെ പല തെറ്റായ വഴികളിലേക്ക് എത്തി. ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പം ഇന്നാൾ മറ്റൊരു പ്രോഗ്രാം നമ്മൾ ശ്രദ്ധിച്ച വിഷയമാണ്. അതായത് മനുഷ്യൻ ടെൻഷൻ കൂടുന്ന സമയത്ത് മനുഷ്യൻ ആശ്രയിക്കുന്നത് ഭക്ഷണത്തെയല്ല അല്ലെങ്കിൽ മറ്റേത് മാർഗങ്ങളെയല്ല, മറിച്ച് ലഹരി വസ്തുക്കളെയാണ്. ആ വിവക്ഷ എത്രത്തോളം ശരിയാണ്? ലഹരി ഇന്ന് ഏറ്റവും വലിയ ഒരു ആകർഷകമായിരിക്കുകയാണ്. അത് സാധാരണക്കാർക്കിടയിലായാലും വിദ്യാസമ്പന്നർക്കുമാർക്കിടയിലായാലും വലിയ അധികാരം ഉള്ള പോസ്റ്റിലുള്ളവരായാലും അത് വളരെ ആകർഷക വസ്തുവായിരിക്കും. അത് നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവനും അവയവങ്ങളെ, അതായത് ഓർഗൻസിനെ അത് സാരമായി ബാധിക്കുന്നു എന്ന് അവർ അറിയാതെയാണ് പോകുന്നത്. ഇതുപോലെ ഒരു അബോധാവസ്ഥയാണ് മനുഷ്യൻ തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പറ്റി, തന്നെ മാനസികമായും ശാരീരികമായും ആരോഗ്യത്തെ പറ്റി തീർത്തും അതിനെ അവഗണിച്ചുകൊണ്ട് താൻ തോന്നിയതുപോലെ അമിതമായ ഭക്ഷണവും ഈ പറയുന്ന ലഹരി വസ്തുവിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ധാരാളം ലഹരി വസ്തുക്കളുണ്ട്. അതിൽ മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഓർഗൻസിനെ, അവയവത്തെ ബാധിക്കുന്നത് എന്നത് നമുക്ക് അറിയാം. മദ്യം തന്നെ എടുക്കാം. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് മദ്യമാണ്. നമുക്കറിയാം, ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഒരു ചർച്ചാ വിഷയമാകുന്ന ഒരു സംഭവം മദ്യ നിരോധനം, മദ്യം ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം. ഇത് മദ്യം ഉപയോഗിക്കുന്ന ഒരാളുകൾക്ക് ശരീരത്തിന് അല്ലെങ്കിൽ ശരീരത്തിന്റെ അവയവങ്ങൾ, ഏതൊക്കെ അവയവങ്ങളെയാണ് ഇത് മാരകമായി ബാധിക്കുന്നത്? നമ്മൾക്ക് പ്രധാനപ്പെട്ട അവയവങ്ങളിൽപ്പെട്ടത് നമ്മളെ ബ്രെയിൻ, ഹാർട്ട്, നമ്മുടെ ലിവർ, അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ള ഈ ഹാർട്ടിനെ ബന്ധപ്പെട്ടുള്ള രക്തനാളങ്ങൾ, ഇതൊക്കെ ബന്ധപ്പെട്ട നമ്മുടെ പ്രധാനപ്പെട്ട
ഓർഗൻസാണ്. അതിലിപ്പോൾ നിങ്ങൾ എടുത്തു നോക്കൂ, ലിവറിനെ ഈ മദ്യം എന്ന് പറയുന്നത് സാരമായി ബാധിക്കുന്നുണ്ട്. ലിവറിൽ അത് ശരിക്കും നമ്മുടെ മുഴുവനും ആഹാര വസ്തുക്കളെ ദഹിപ്പിക്കുന്ന അല്ലെങ്കിൽ മെറ്റബലൈസ് ചെയ്യുന്ന ഒരു പ്രധാന ഓർഗനാണ്. ആ ഓർഗൻസിന് മദ്യം കിട്ടിയാൽ പിന്നെ അത് മാത്രമേ അത് ദഹിക്കപ്പെടുന്നത്. മറ്റുള്ള സാധനങ്ങളെല്ലാം അവിടെ കളക്ട് ചെയ്ത് ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകും. ലിവർ ഫാറ്റ് അവിടെ മെറ്റബലൈസ് അല്ലെങ്കിൽ ദഹനം ചെയ്യപ്പെടുന്നില്ല, ഇതിൻ്റെ തടസ്സം കൊണ്ട്. ഇത് വന്നിട്ട് അവിടെ തടസ്സപ്പെടുത്തിയാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ഈ ലിവറിൻ്റെ പരിവർത്തനം അവസാനം അതൊരു ഫൈബ്രോസിസ് ലിവറായി, അതല്ലെങ്കിൽ ഒരു സിറോസിസ് ലിവർ എന്ന് പറയും. ആ ലിവറിനെ കൊണ്ട് ഒരു ഗുണമില്ല. അതിൻ്റെ ഫലമായിട്ട് ജോണ്ടിസ് എന്ന് പറയുന്ന രോഗം വരുന്നുണ്ട്. ലിവർ ഇല്ലാത്ത പക്ഷം പിന്നെ ലിവർ കോമ വരുന്നുണ്ട്. ലിവർ കോമ വന്നാൽ, ഈ സിറോസിസ് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രകൃതികൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു. നല്ല ഭംഗിയുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു ശരീരം ഇത് കുറേ കഴിഞ്ഞ് ഈ ലിവർ സിറോസിസും കൂടി വന്നു കഴിഞ്ഞാൽ കാലിൽ നീര്, പിന്നെ മുഖത്ത് നീര്, വയറിങ്ങനെ സ്തംഭിച്ച്, പിന്നെ നീര് വയറ്റുനിന്ന് ഇങ്ങനെ എടുക്കുന്നവരായിരിക്കണം. അങ്ങനെ സിറോസിസ് ഇങ്ങനെ കുറേ കൂടി വന്നാൽ അവൻ ലിവർ കോമ വരും, എന്നിട്ട് അവസാനം ഡെത്ത് വരും. ബട്ട് ഡെത്ത് പെട്ടെന്ന് ഉണ്ടാകാൻ പറ്റുന്ന ഒരു സാധനമാണ്, ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത്. ലിവർ എൻ്റെ ഇതിൽ കാര്യമായിട്ട് ലിവറിൽ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എടുത്തു നോക്കൂ, മറ്റേ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് ഇന്ന്. ഇതിൻ്റെ പ്രധാന ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ്, ഇതാർക്കും അറിയുന്നില്ല, മദ്യം. ക്യാൻസറും മദ്യവും അത് എങ്ങനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്? അത് ഇപ്പോൾ എല്ലാ ഓർഗൻസ്, പാൻക്രിയസ് എന്ന് പറഞ്ഞ സാധനമുണ്ട് നമുക്ക്. ഈ പാൻക്രിയസിൽ ഉള്ളതായിരിക്കുന്ന പിന്നെ ന്യൂട്രീഷൻ ഉണ്ടല്ലോ, നമ്മളെ ആഹാര വസ്തുക്കൾ, അവിടെയും നമ്മളെ ഗ്ലൂക്കോസൊക്കെ ദഹിപ്പിക്കപ്പെടുന്ന സാധനമാണത്. ഇൻസുലിൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് പാൻക്രിയസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ വേണ്ടതുപോലെ അവിടെ നശിപ്പിക്കപ്പെടുന്നു. ഏത് ഇത് പോയിട്ട് ഈ മദ്യം. ഇൻസുലിൻ ഇല്ലാതെ പിന്നെ നമുക്ക് ഡയബറ്റീസ് പോലെയുള്ള അല്ലെങ്കിൽ അധികം ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ശേഖരിച്ചുകൊണ്ട് ഡയബറ്റീസ് പോലെ ഉണ്ടാക്കുന്നത്. അതേ സമയത്ത് ഈ നിങ്ങളിപ്പോൾ ചോദിച്ച് ഇതെങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്? ഈ മദ്യത്തിൽ എസിറ്റാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു കാർസിനോജൻ എന്ന് പറഞ്ഞ ഒരംശമുണ്ട്. അത് വിഷമാണ്, ഇൻടോക്സിക്കൻ്റ് ആണ്, ടോക്സിനാണത്. പിന്നെ എസിറ്റാൽഡിഹൈഡ്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. എവിടെയെല്ലാം അത് ഉണ്ടാക്കുന്ന വെച്ചാൽ ഈസോഫേഗസ്, നമ്മുടെ അന്നനാളം, നമ്മളെ വായിൻ്റെ ക്യാൻസർ, ലാരിങ്സിൻ്റെ ക്യാൻസർ, ലിവർ ക്യാൻസർ, നമ്മളെ ബ്രസ്റ്റ് ക്യാൻസർ, നമ്മളെ കൊളോൺ എന്ന് പറയുന്ന പിന്നെ വലിയ കുടലില്ലേ, വൻകുടൽ, അവിടെ. അതുപോലെ തന്നെ റെക്ടം, വൻകുടലിൻ്റെ തായ് ഭാഗം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രധാന കാരണം, ഇതൊക്കെ സയൻറ്റിഫിക്കായിട്ട് ഇപ്പോൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഇന്ന് ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിക്കുന്നുണ്ടെങ്കിലും അതിനെ തീരെ ആരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഷ്യസ് അല്ലെങ്കിൽ ഒരു അതിനെപ്പറ്റി ചിന്താഗതി എടുക്കുന്നില്ല. വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനെപ്പറ്റി ബോധവാന്മാരാകുള്ളൂ. ഡോക്ടർ, സ്വാഭാവിക ഒരു സംശയം, കാരണം ഇത് മദ്യം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള ഇന്റൻസിറ്റി അല്പം കൂടും എന്നല്ലേ ഡോക്ടർ? അല്പം കൂടും. അതിന് കൂടുതൽ സ്പീഡ് വരുന്ന അതിൻ്റെ കൂടെ സ്മോക്കിംഗ് കൂടി ഉണ്ടായാൽ, ഇത് രണ്ടും കൂടിയാൽ ക്യാൻസർ ഡെഫിനറ്റ്ലി എവിടെയെങ്കിലും വരാതിരിക്കില്ല. ഡെഫിനിറ്റ് എന്നാ പറയുന്നത്. ഇപ്പോഴത്തെ സ്റ്റഡീസ് അതാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഇത്രയും നമ്മളെ പ്രധാനപ്പെട്ട അവയവങ്ങളെ അല്ല അതിനും ഉണ്ട് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക്. പ്രതിരോധം, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധത്തിന് നമ്മളെ സഹായിക്കുന്ന ചോരയിലെ വൈറ്റ് ബ്ലഡ് സെൽസ്, WBC നമ്മൾ പറയില്ലേ, അത് നശിക്കുന്നു മദ്യം കൊണ്ട്. അങ്ങനെ വരുമ്പോൾ അതില്ലാതാവുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വാതിൽ തുറന്നു വെച്ച മാതിരി എല്ലാ രോഗങ്ങളും വരും. പ്രതിരോധ ശക്തി പോയി കഴിഞ്ഞാൽ വാതിൽ തുറന്നു കഴിഞ്ഞാൽ എല്ലാം വരും. എന്നാൽ പ്രത്യേക ഇൻഫെക്ഷ്യസ് ഡിസീസസ്, ഈ രോഗാണുകളിലുള്ള രോഗങ്ങൾ ശരീരത്തിലേക്ക് അത് വരും. പിന്നെ ബ്രെയിനിലേക്ക് വന്നാൽ, തലച്ചോറ് ബ്രെയിനിലേക്ക് വന്നാൽ അവിടെ ബ്രെയിൻ സ്ട്രോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ബ്ലഡ് സപ്ലൈ വേണ്ടതുപോലെ കിട്ടാത്തപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് ഉപയോഗപ്രദമായിരിക്കുന്ന ഉപയോഗപ്രദമായിരിക്കുന്ന ബ്ലഡ് വേണ്ടതുപോലെ ബ്രെയിനിൽ കിട്ടാതാകുമ്പോൾ ഭാഗങ്ങൾ തളർന്നു പോകുന്ന
അപ്പോൾ സ്ട്രോക്ക് ഉണ്ടാകും, ഒരു ഭാഗം തളർന്നു പോലുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും, ഹെമിപ്ലേജിയ ഉണ്ടാകുന്നത്. അത് ഈ സ്ട്രോക്ക് ഉണ്ടാക്കുന്ന ഇത് ഈ മദ്യം അതിന് എല്ലാ ഡീറ്റെയിൽസ് പെത്തോളജി എല്ലാം പറയാൻ നമുക്ക് അവസരമില്ല. അപ്പോൾ ആ സ്ട്രോക്ക് ഉണ്ടാക്കുന്ന ആ രൂപത്തിൽ. അതുപോലെ തന്നെ ചോരന്റെ സ്പീഡ് കൂട്ടുന്ന ഒരു സൂക്കടുണ്ട്, ഫെബ്രിലേഷൻ. അതായത് എന്ത് ഫിബ്രിലേഷൻ? ആട്രിയൽ ഫിബ്രിലേഷൻ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, ടെക്കിക്കാർഡിയ എന്ന് പറയുന്ന റേറ്റ് കൂടി പ്രത്യേകിച്ചും വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ പെട്ടെന്ന് അതിനുള്ള ചികിത്സ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്നുള്ള മരണം ഉണ്ടാവും. അപ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഇതിനെ കൊണ്ട് തന്നെയാണ്. ഹാർട്ട് അറ്റാക്ക് ഹാർട്ടിലേക്ക് ബ്ലഡ് സപ്ലൈ വേണ്ടതുപോലെ, നമ്മൾ കേട്ടിട്ടുണ്ടാകും കൊറോണറി ബ്ലോക്ക് എന്നൊക്കെ, വേണ്ടതുപോലെ ബ്ലഡ് സപ്ലൈ കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ അവിടെ നമ്മളെ ഇസ്കീമിയ അല്ലെങ്കിൽ ഇൻഫാക്ഷൻ ഒക്കെ വന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. ഹാർട്ട് അതുപോലെ തന്നെ കിഡ്നിക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഇമ്പോർട്ടന്റ് ഓർഗൻസിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. നമ്മൾ പെരിഫറൽ ന്യൂറോളജി, നിങ്ങളുടെ ബോഡിയിലേക്ക് ഇങ്ങനെ പിന്ന് കുത്തിയ മാതിരി ഒരു രോഗം, പിന്നെ കുത്തിയെടുക്കുക, പിന്നെണ്ണിനെട്ടിൽ നമ്മൾ പറയലുണ്ട്. അപ്പോൾ തരിപ്പ് എല്ലാം പറയലുണ്ട്. അത് പ്രധാനമായിട്ട് ഇത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചോര ബ്ലഡ് കുറയുന്നുണ്ട്, ബ്ലഡ് കണങ്ങൾ, അതായത് ബ്ലഡ് സെൽസിനെ ഇത് ആക്രമിക്കുന്നുണ്ട്. ടോട്ടൽ അതാ ഞാൻ പറഞ്ഞത്, ഓൾമോസ്റ്റ് എല്ലാ നമ്മൾ ഓർഗൻസിനെ ഡാമേജ് ചെയ്യുന്നുണ്ടാണ്. ലിവർ, പിന്നെ തലച്ചോറിൽ നമ്മളിപ്പോൾ മെന്റൽ ഹോസ്പിറ്റലിന്റെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ 80% ഓഫ് ദി പേഷ്യൻസ് അവരുടെ മെന്റൽ ഡിസീസ് ഉണ്ടാകുന്നത് മദ്യം കുടിച്ചിട്ടാണ്. 80%. അത് ഇപ്പൊ ഭയങ്കരമായ റിസർച്ച് നടക്കുന്നുണ്ട് ആൽക്കഹോളും നമ്മുടെ ബോഡിയുമായിട്ട്. പിന്നെ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. വളരെ യങ് സ്റ്റേജിൽ തന്നെ ഡിമെൻഷ്യ ഉണ്ടാകും. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ മരവിച്ച് പോവുക, എട്രോഫി ഉണ്ടാവുക, ഒന്നും ഓർമ്മയില്ലാത്ത ഒരവസ്ഥ വരിക മനുഷ്യന്. എല്ലാം തളർന്നു പോയാൽ മാതിരി, ഒന്നും അറിയില്ല, ഭക്ഷണം കഴിച്ചോ ഇല്ലേ എന്തോ ഒന്നും അറിയില്ല, അങ്ങനത്തെ ഒരു ഡിമെൻഷ്യ ഉണ്ടാകും. പിന്നെ ഹാർട്ടിൻ്റെ കാർഡിയോ മയോപ്പത്തി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഹാർട്ടിൻ്റെ മസിൽ അത് പത്തോളജിക്കലി എന്ന് വെച്ചാൽ ക്ഷീണിച്ചു പോവുക മസിൽ. അതുകൊണ്ട് പല രോഗങ്ങളും നമ്മുടെ ബ്രീതിങ് ഡിഫിക്കൽട്ടീസ്, അതായത് ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലഡ് പ്രഷർ പോലെയുള്ളത് എല്ലാം നമ്മൾ ഈ കാണുന്ന രോഗങ്ങൾ മുഴുവനും അത് ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചത് നമ്മുടെ ശരീരത്തിൽ, അതായത് മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇമ്പോർട്ടന്റ് ഓർഗൻസിനെ പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളും മദ്യം സംഭാവന ചെയ്യുന്നു. തീർച്ചയായും ഇത് നമ്മുടെ ശാരീരിക. പക്ഷെ അതോടൊപ്പം തന്നെ സാർ, മദ്യം ഉണ്ടാക്കുന്ന സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഈവൻ ഇന്ദിരാഗാന്ധി വധത്തില് അതിലെ പ്രതികളെ പിന്നീട് നമ്മൾ അറിഞ്ഞത്, ആ പ്രതികളെ പരിശോധിച്ച സമയത്ത് അവർ മദ്യപിച്ചിട്ടാണ് ഈ വധം ആസൂത്രണം ചെയ്തത്. അത് പല മർഡർ കേസിലും, ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മർഡർ കേസ് ആയാലും ശരി, സോഷ്യൽ പ്രോബ്ലംസ് ആയാലും, ഇതിന്റെയൊക്കെ ഒരു മുഖ്യ ഘടകം എന്നത്, ഇപ്പൊ പോലീസ് FIR ഇട്ട് കഴിഞ്ഞാൽ പ്രതി മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ 99% പ്രതികള് ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. അതെ 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 അതെ, ഇന്ന് കാണുന്ന അക്രമം, ഇന്ന് കാണുന്ന നാശനഷ്ടങ്ങൾ, ഇന്ന് കാണുന്ന മർഡേഴ്സ്, ഇന്ന് കാണുന്ന ബലാത്സംഗങ്ങൾ, കൊള്ളയടിക്കല്, മോഷണം ചെയ്യല്, ആക്സിഡന്റ്, റോഡ് ആക്സിഡന്റ് ആവല്, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട. അതായത് വേണ്ട യുദ്ധം, ഒരു തലവന്, ഒരു രാജ്യത്തിന് തലവന് ശരിയാ മസ്തിഷ്കത്തിന് ഭ്രാന്ത് പിടിച്ചാല് പിന്നെ അവിടെ ഇടീ രാജ്യത്തിന്റെ ജനങ്ങളെ മുഴുവൻ കശാപ്പ് ചെയ്യുന്ന ആ യുദ്ധം പ്രഖ്യാപിക്കാൻ ഒരു മടിയുമില്ല. അത് മദ്യത്തിന്റെ പ്രേരണ തന്നെയാണ്. മദ്യം എല്ലാ തിന്മകളുടെ നോർമൽ ബ്രെയിൻ ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഹ്യൂമൻ ബ്രെയിൻ, അതായത് മാനവികത ഉണ്ടാകുന്ന ഒരു ബ്രെയിൻ ഉണ്ടെങ്കിൽ അത് മൃഗീയമായിരിക്കുന്ന ഒരു സംഭവത്തിന് ഒരിക്കലും അത് വഴിയൊരുക്കയില്ല. ശരിക്കും മൃഗീയമായ പ്രവൃത്തികൾ ചെയ്യാൻ ഒരു മുഖ്യ പ്രേരക ഘടകം എന്നത് ആൽക്കഹോൾ. അല്ല, മൃഗങ്ങൾ പോലും ഇത് ചെയ്യില്ല. മൃഗങ്ങൾ മറ്റുള്ള അനാവശ്യമായി ആക്രമിക്കില്ല. അതിന്റെ ഭക്ഷണത്തിന് ഇടക്കിടക്ക് ഇങ്ങനെ ചെറിയ അതൊന്നല്ലാതെ മൃഗങ്ങൾ യുദ്ധം ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കടയും കണ്ടിട്ടുണ്ടോ? ഇല്ല. മനുഷ്യന് മാത്രമാണ്. മനുഷ്യന് നമ്മൾ ഈ മാനവികത എന്ന് പറയുന്നത് ഇല്ലാതാക്കുന്ന ഒരു ഇൻടോക്സിക്കൻ്റ് ആണ് ലോകത്താകമാന മദ്യം. ഇത് ടോട്ടലി നിരോധിക്കണം. ഇതിന് യാതൊരു ഒരു പുനർചിന്തനയെ പാടില്ല. അതല്ലാതെ സുധീരൻ ഇപ്പൊ പ്രഖ്യാപിച്ചു മദ്യം നിരോധനം വേണം, പൂർണ്ണ നിരോധനം. പക്ഷേ പാവത്തിന് അത് ഇപ്പോൾ വളരെ വിഷമത്തിലാണ്. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്ന് പറയണമായിരുന്നു, ടോട്ടൽ മദ്യനിരോധം വേണം. അത് 5 നക്ഷത്രമല്ല, 100 നക്ഷത്രം ആയാലും ശരി,
ടോട്ടൽ നിരോധനം. അതെന്ന് വെച്ചാൽ ഈവൻ ഔട്ട്ലെറ്റ്സ്. ഞാൻ ഇടപെടുന്നത് കാരണം ഇന്നിപ്പോ നമ്മുടെ ഗവൺമെന്റ് സ്റ്റാൻഡ് ചെയ്യുന്നത്, അതായത് പണം സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ആവശ്യമെങ്കിൽ മദ്യം ഉപയോഗിച്ചോട്ടെ, അവർക്ക് 3 സ്റ്റാറോ 5 സ്റ്റാറോ ഹോട്ടലുകളിൽ പോയി കഴിക്കാം. അല്ല, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് മദ്യം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാം, അവർക്ക് ബെവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ കഴിക്കാം. അപ്പം മനുഷ്യനെ സാമ്പത്തികമായിട്ട് തരംതിരിച്ചിട്ട് ഇതിന്റെ ഉപയോഗവും ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ മദ്യനിരോധനം, സമ്പൂർണ്ണ മദ്യനിരോധനം, ഇപ്പൊ കോടതി പോലെ ഇടപെട്ട ഒരു വിഷയമാണിത്. കാരണം സ്റ്റാർ പദവി നോക്കിയിട്ട് മദ്യനിരോധനം അസാധ്യമാണ്. അപ്പൊ ഇത്രയും സോഷ്യൽ പ്രോബ്ലംസ് മനുഷ്യന്റെ ശരീരത്തിന് ഇത്രയും പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ ഉണ്ടായിട്ടും മദ്യം എന്നത്, മദ്യം ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ഓരോ വർഷം കൂടി വരികയാണ്. അത് ഗവൺമെന്റിന് ഒരു ഫേം സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് അത് പറ്റുന്നില്ല. ഒരു രാഷ്ട്രീയ വളരെയധികം ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്, അതിനും സാധിക്കുന്നില്ല. ഇത്രയും സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന മദ്യത്തിനെതിരായിട്ട് എന്തുകൊണ്ട് ഗവൺമെന്റിന് ഇങ്ങനൊരു സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കുന്നില്ല? അതായത് ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ട്. ഞാൻ പറയട്ടെ, മദ്യം എന്ന് പറയുന്നത് നീതിബോധം എവിടെ ഏത് സ്റ്റാറ്റസിലും ഉണ്ടാവണം. നീതി നിങ്ങൾ നിരോധിക്കുന്നുണ്ടെങ്കിൽ മുതലാളിമാർക്ക് വേറെ നിരോധിക്കാതിരിക്കുക, പാവകെട്ടുകൾക്ക് പിന്നെ നിരോധിക്കുക, അങ്ങനെയല്ല. അത് കോടതി പറഞ്ഞത് 100% ശരിയാണ്. എന്താണ് നിങ്ങളുടെ മദ്യനയം? മദ്യനയം എന്ന് പറഞ്ഞാൽ അത് ഉറച്ചതായിരിക്കണം. അത് 100% ടോട്ടൽ മദ്യനിരോധം. അപ്പോൾ കോടതിക്കൊന്നും പറയാൻ കിട്ടില്ല. അതാണ് ചോദിച്ചത് കോടതി. അപ്പോൾ അത് ടോട്ടൽ മദ്യനിരോധമാണ്. അവിടെ കുറച്ച് ബാക്കി, ഇവിടെ കുറച്ച് ബാക്കിയില്ല. അതിന് കിട്ടുന്ന പണം നമുക്ക് വേണ്ട. ഞാനാ പറയുന്നത്, മദ്യം വിറ്റിട്ട് കിട്ടുന്ന പണം മനുഷ്യന്റെ വയറ്റിൽ പോയിക്കൂടാ. അത് അശുദ്ധമായ പണമാണ്. അത് മനുഷ്യനെ കൊന്നിട്ടുണ്ടാക്കുന്ന പണമാണ്. അപ്പം അതുകൊണ്ട് അതിൽ യാതൊരു നമുക്ക് വളരെ വളരെ ഇച്ഛാശക്തിയോടുകൂടി ധീരതയോട് ഒരു അധികാര സ്ഥാപനം നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി, മനുഷ്യൻ്റെ ആരോഗ്യം മാനസികമായി ഭ്രാന്തന്മാരാവാതിരിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, 80% ഓഫ് ദി മെൻ്റൽ ഹോസ്പിറ്റൽ റിപ്പോർട്ടാണ് അതിൻ്റെ ഉദ്ഭവം, അതിൻ്റെ തുടക്കം മദ്യത്തിലൂടെയാണ് ഈ മാനസിക രോഗം ഉണ്ടാകുന്നത്. അതുപോലെ സൂയിസൈഡ്സ് ഉണ്ടാകുന്നത്. അതായത് ജീവിക്കണ്ട എന്നുള്ള അവസാനം തോന്നും. കാരണം ഇതിനെ നിരാശ അവസാനം വരുള്ളൂ. അതുകൊണ്ട് പണമില്ല, അതുകൊണ്ട് മദ്യം വേണമെന്ന് പറയുന്നതിൽ യാതൊരു നീതിയില്ല, ഒരു ധാർമ്മികതയില്ല. അതിലൊരു കോൺട്രഡിക്ഷൻ. കാരണം ഇപ്പൊ ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട്, കാരണം മദ്യം വിറ്റ് കിട്ടുന്ന പണത്തേക്കാൾ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് മദ്യനിരോധനത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെലവാക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാമല്ലോ. നടപ്പിലാക്കാം. അതായത് മദ്യം അതിന് ചെലവിൽ നമ്മൾ അതിനുള്ള ചെലവ് അതൊക്കെ നമ്മൾ കൺട്രോൾ. അല്ല, ബോധവൽക്കരണത്തിനുള്ള ചെലവാണ് കൂടുതൽ എന്ന് പറയുന്നു ഒരു വിവക്ഷ. എന്ന് എത്രത്തോളം അത് ശരിയാണ് നമുക്ക് ഒരു ബോധവും നടക്കൂല. ഈ മദ്യവർജനം എന്ന് പറഞ്ഞാൽ നടക്കൂല, ബോധവൽക്കരണം നടക്കൂല. ശ്രീമാൻ AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മദ്യനിരോധത്തിന്റെ ഒരു ഘട്ടമായിരുന്നു. ആ ഘട്ടം പറ്റിയും തീർന്നു. ഇനി ഘട്ടമില്ല, വർജനവും ഇല്ല. ടോട്ടൽ മദ്യനിരോധം ചെയ്തേ പറ്റൂ. എന്നാലേ നമ്മളെ ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റും ആരോഗ്യപരമായിട്ട്. എല്ലാവരും 50 വയസ്സിലും 30 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കും, ക്യാൻസർ വന്നിട്ട് മരിക്കും. അപ്പോൾ അവർക്കുള്ള ആയുസ് മുഴുവനും ജീവിക്കാൻ അനുവദിക്കണമെങ്കിൽ ലളിതമായിരിക്കുന്ന ജീവിതത്തോടു കൂടിയുള്ള ഇത്തരം ഇൻടോക്സിക്കൻസ് തീർത്തും ജനങ്ങൾക്ക് അത് ജനങ്ങളെ ക്ഷേമം ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. തീർച്ചയായും ഡോക്ടറെ, അങ്ങനെയാണ് എനിക്ക് സ്വാഭാവികമായ ഒരു സംശയമുണ്ട്. ഇപ്പം എല്ലാ ദിവസവും അതിരാവിലെ മദ്യപിക്കുന്ന ആളുകളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ മദ്യനിരോധനം, അല്ല അദ്ദേഹത്തിന് മദ്യം, ഡോക്ടർ തന്നെ അനുഭവമുള്ള ഒരു വിഷയമാണ്. കാരണം ഏതെങ്കിലും പേഷ്യന്റ് ഈ തരത്തിൽ വന്നിട്ടുണ്ടാകാം. കാരണം മദ്യം കിട്ടാത്തൊരവസ്ഥയിൽ അവരുണ്ടാകുന്ന ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അവർ മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു ഇൻബാലൻസ്ഡ് ആയ ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെയുള്ള കേസസ് വരുന്ന, അങ്ങനെയുള്ള എത്ര ഫാമിലിയിൽ എത്ര ആളുകൾ നമ്മൾ കാണുന്നത്, അങ്ങനെയുള്ള കേസസ് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യും? അതായത് നിങ്ങൾ ഈ പറഞ്ഞത് എഡിക്ഷനാണ്. മദ്യം കുടിച്ചിട്ട് നമ്മളെ ബ്രെയിനിൽ ഒരു എഡിക്ഷൻ ഉണ്ടാക്കുന്നു, പിന്നെ അത് വിടാൻ പറ്റൂല. അങ്ങനത്തെ ഒരു മദ്യം ഓന് ഭയങ്കര ചങ്ങാതിമാരായി. ആ എഡിക്ഷനെ ഇന്നിപ്പോൾ ഒരുപാട് എഡിക്ഷൻ സെന്ററുകളുണ്ട്. മദ്യത്തിന്റെ എഡിക്ഷൻ ഇല്ലായ്മ ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ട്. മംഗലാപുരം തന്നെയുണ്ട്. ഇപ്പോൾ ഫാദർ മൊലിസ് ഹോസ്പിറ്റൽ മാംഗ്ലൂർ ഞാൻ അറിഞ്ഞെടുത്തോളം അവർ അവിടെ എഡിക്ഷൻ ചെയ്യുന്നു. 2 മാസമോ 3 മാസമോ ചോദിച്ച് അത് ഇല്ലായ്മ ചെയ്താൽ പിന്നെ അവൻ കുടിക്കാൻ പാടില്ല. ഇപ്പൊ ശബരിമലക്ക് പോകുന്നവർക്ക് കുടിക്കുന്നില്ല 2 മാസം ഉണ്ടോ, പിന്നെ വന്നിട്ട് പിന്നെയും കുടിക്കുന്നു. അത് കുടിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ പിന്നെ ഒന്നും ആവില്ല, സുഖമായിട്ട് പോവാം. നമ്മളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിർത്താം. ഇത്
അതുകൊണ്ടല്ലേ സാർ ഇപ്പോൾ പറഞ്ഞത് 2 മാസം കുടിക്കാതെ നിൽക്കാൻ പറ്റുന്ന ഒരാളുകൾക്ക് വേണമെങ്കിൽ തുടർച്ചയായിട്ട് കുടിക്കാതെ നിൽക്കാം, പക്ഷെ വീണ്ടും മദ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടല്ലേ വീണ്ടും അത് കുടിക്കാൻ പോകും. അത് കൂട്ടുകെട്ടാണ്. വന്നിട്ട് അവിടെ മദ്യം കുടിക്കാത്തവർ കുടിക്കുന്നവരുടെ ബാക്കിയുണ്ട്, കുടിക്കാത്തവർ കുറച്ച് നിന്നിട്ടാകുമ്പോൾ കുടിക്കുന്നവരാണ് കൂടുതൽ. ഇവരെ ആകർഷിക്കുന്നു. അങ്ങനത്തെ എന്തോ ഒരു ആകർഷണമുണ്ട് മദ്യം കുടിക്കുന്നവർ കുടിക്കാത്തവരെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് അങ്ങനെ ഒന്നും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എഡിക്ഷൻ ഉള്ളത് കൊണ്ടാണ് മറ്റൊരു കാര്യമാണ്. എഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് അവനെ സ്ഥായിയായിട്ട് കുടിച്ചേ പറ്റുമെന്ന്, അല്ലെങ്കിൽ അവന് പിന്നെ ചിലപ്പോൾ ഒരു ഡെലീരിയം ട്രെമൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഭയങ്കരമായ ഒരു എന്താ പറയുക, നമ്മൾ തീവ്രവാദികൾ എന്ന് പറയുന്നില്ലേ, ഭയങ്കരമായ ഒരു ഭീകരത. ആ ഭീകരത കൊണ്ട് അവൻ ആരെയും കൊല്ലാനും സാധിക്കും. ചിലപ്പോൾ എല്ലായിടത്ത് കൊന്നിട്ടുണ്ട്. ഡെലീരിയം ട്രെമൻസ്, ഇതുണ്ടല്ലോ ഈ സ്റ്റൺ ഗൺ വെച്ചിട്ട് എല്ലാം കെട്ടിയവരെ പറ്റി കൊല്ലുക എന്ന സംഭവം ചരിത്രമുണ്ട്. എന്തുകൊണ്ട്? ഇതിന്റെ പ്രേരണയാണത്. അതും ഇത് വന്നിട്ട് ഒന്നത്. രണ്ടാമത് ഈ വിഡ്രോ ചെയ്യുമ്പോൾ വല്ലാത്ത ആവലോകി വരുന്നുണ്ട്. അപ്പൊ ഡെലീരിയം ട്രെമൻസ് എന്ന് പറയുമ്പോൾ ഒരു ടോട്ടൽ ഭ്രാന്ത, എന്നാ ഒരു ടെററിസ്റ്റ് മെന്റാലിറ്റി. അത് പറയുമ്പോ ഡോക്ടർ, എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ, രാജീവ് ഗാന്ധിയുടെ മർഡർ സമയത്ത് ഇത് ഈ പിന്നെ കൊലയാളികള് അവർക്ക് കൂടുതൽ സൽക്കാരങ്ങളും അതോടൊപ്പം തന്നെ മദ്യം ഉപയോഗിച്ചിരുന്നു എന്ന് പിന്നീട് ഇവിടെ വായിച്ചിട്ടുണ്ട്. എവിടെയും എല്ലായിടത്തും വായിച്ചിട്ടുണ്ട്. മുഴുവനും ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളാവാലും അല്ലാത്ത കൊലപാതകങ്ങളായാലും ഗാന്ധിജിയുടെയും മദ്യം ഉള്ളിലാക്കിയിട്ടാണ് അവനെ ഭീകരത ഉണ്ടാക്കിയിട്ടാണ്. പിന്നെ അവനൊന്നും കണ്ണ് കാണില്ല, പിന്നെ ഇഷ്ടം പോലെ ചെയ്ത പോലെ. അങ്ങനെ മദ്യം ഒരു മർഡർ ചെയ്യാൻ, കരുതി കൂട്ടി മർഡർ ചെയ്യാൻ, കൊല ചെയ്യാൻ ഒരു ബേസിക് ഒരു ഉത്തേജനം എന്താ പറയലേ, അത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട് മദ്യം അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇന്നിപ്പോ ഒഫീഷ്യലായിട്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ കൊട്ടേഷൻ സംഘം. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ കൊല്ലുന്നതിന് ഇപ്പൊ ആർക്കും ഒരു ആവലാതിയില്ല. എനിക്ക് കൊന്നാൽ തന്നെ ശിക്ഷയുമില്ല. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. എന്ത് ശിക്ഷയോടുള്ളത്? ഒരു ശിക്ഷയില്ല. അപ്പൊ ഈ ഇത്രയും സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഈ വസ്തു ആൽക്കഹോൾ തീർച്ചയായിട്ടും സമ്പൂർണ്ണമായി നിരോധിക്കുക എന്നത് ഈ ഒരു നിമിഷം കിട്ടി ആ നിമിഷത്തിൽ അതിനെ സമ്പൂർണമായിട്ട് അതിൽ കിട്ടിയ വരുമാനം വേണ്ട, അത് വിഷമാണ്. ആ വരുമാനം വിഷമാണ്. അത്ര ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഒരു ഫേം ഡിസിഷൻ എടുക്കാൻ പറ്റിയ ഇച്ഛാശക്തി ഉണ്ടായേ പറ്റൂ. പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ഫേം ഡിസിഷൻ എടുക്കണമെങ്കിൽ മനുഷ്യന് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധി എന്താ പറഞ്ഞത്? എന്റെ ചോര ഈ ഭൂമിയിൽ വീണാൽ അത് ഈ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ഒരു പ്രധാന കാരണമായി തീരുന്നതാണ്. അങ്ങനെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ്. പിറ്റേ ദിവസം തന്നെ അവരെ കൊന്നത് മദ്യം കുടിച്ചിട്ടാണ്, യാതൊരു സംശയമില്ല. ഇന്ദിരാഗാന്ധിനെ കൊന്നതായിക്കോട്ടെ, മറ്റുള്ള മഹാത്മാജിയെ കൊന്നതായിക്കോട്ടെ, എല്ലാം മദ്യം ഉപയോഗിക്കാതെ കൊല്ലാനൊന്നും കഴിയില്ല. മനുഷ്യന്റെ അകത്തുണ്ടാകുന്ന തീവ്രത അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം, എവിടെയോ ഒളിഞ്ഞു കിടക്കുന്ന ആ സ്വഭാവം പുറത്തു കൊണ്ടുവരാൻ ആൽക്കഹോളിനൊരു നിർണായക ഘടകമാണ്. മറ്റൊരു വിഷയം, ഈ മോഡറേറ്റ് ആൽക്കഹോൾ കൺസംഷൻ, പരിമിതമായ ആൽക്കഹോൾ ഉപയോഗം, അത് ശരീരത്തിന് ഗുണം ചെയ്യും? അത് ആദ്യം കുറച്ച് കുടിക്കുമ്പോൾ ആകാശത്തിൽ ഇങ്ങനെ ഫ്ലൈറ്റിൽ പോകുന്ന പോലെ ഒരു തോന്നലുണ്ടാവും. അത് താൽക്കാലികമാണ്. പിന്നെ അത് കൂടി പോകും. പിന്നെ വരും കാര്യമായിരിക്കുന്ന കൊലപാതക മദ്യം ഉപയോഗിക്കല്. അതുകൊണ്ട് അതിന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അത് ചിലവർ പറയുന്നുണ്ട് അങ്ങനെ. കുറച്ച് അത് നമ്മൾ ലോകം ആകമാനം അത് ഈ ലോബി ഉണ്ടാക്കുന്ന വാചക ഈ മോഡറേറ്റ് ആൽക്കഹോൾ കൺസപ്ഷൻ വിൽ റെഡ്യൂസ് ദ ഹേർട്ട് ഫെയിലർ എന്നൊക്കെ വായിച്ചതായി തോന്നുന്നുണ്ട്. നെവർ, ഒരിക്കലും ഒരിക്കലില്ല. ശരി, മോഡറേറ്റ് എന്നുള്ള ഒരു അണ്ടർലൈൻ ചെയ്താൽ ഇല്ല, മോഡറേറ്റ് കൺട്രോൾ ചെയ്താലും ഇല്ല. ആൽക്കഹോൾ കുടിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. അല്ല, ഇത് ഞങ്ങളൊരു സെമിനാറിൽ ഇങ്ങനെ പങ്കെടുത്ത തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തൊരു വാക്ക്, മോഡറേറ്റ് ആൽക്കഹോൾ കൺസംഷൻ വിൽ റെഡ്യൂസ് ദി ഹേർട്ട് ഫെയിലർ എന്ന് പറഞ്ഞു. എങ്ങനെ ഒരു വാക്ക് നോ, ഈവൻ മോഡറേറ്റ് നോ ആണ്. ഒരു ബേസിസും ഇല്ല. ഹാർട്ടിനത് വല്ലാത്ത രൂപത്തിൽ കാർഡിയോമയോപ്പത്തി തീർച്ചയായിട്ടും അത് ഒരു പ്രധാന വാക്കാണ്. ഹാർട്ടിന്റെ മസിൽസിനെ ക്ഷീണിപ്പിക്കുക, പിന്നെ അതങ്ങനെ പ്രവർത്തിക്കല്, പിന്നെ അത് ഹാർട്ട് ഫെയിലിലേക്കും ഹാർട്ട് അറ്റാക്കിലേക്കും അല്ലേ പോവാ. തീർച്ചയായിട്ടും സാർ, ഇപ്പം നമ്മൾ സാറിൻ്റെ അടുത്ത് ഇപ്പം വരുന്ന പേഷ്യൻസ് തന്നെ ഇപ്പം ഇത് അഡിക്ഷനായി അവർ നിരാശരായി വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ ചില രോഗികൾ, നേരത്തെ പറഞ്ഞത്. അപ്പം ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അവർ പറഞ്ഞ ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് അവർ മദ്യം ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് ആ വ്യക്തിക്കും ടെൻഷനാണ്, ആ ഫാമിലിക്കും ടെൻഷനാണ്, ഒടുവിലത്
പൂർണ്ണമായി സമൂഹത്തിന് മൊത്തം ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. തീർച്ചയായിട്ടും അതിനൊരു ബേസിസ് ഇല്ല പറയുന്നതിൽ. ടെൻഷൻ ഉണ്ടാക്കാതിരിക്കാനാണ് കുടിക്കുന്നതെന്ന് പറയുന്നത്, പിന്നെ അത് സോഷ്യൽ പ്രോബ്ലം ആയിട്ട് വന്നിട്ട് സമൂഹത്തിന് ടെൻഷൻ ഇല്ലാതാക്കാൻ പറയും പോലെ തന്നെയാണത്.